കാളിനാടകത്തിന്റെ 8ാം ദിനത്തിൽ നടക്കുന്ന ചടങ്ങാണ് മുടിയൊഴിച്ചിൽ. 7ാം ദിവസം വരെയുള്ള ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും തുള്ളൽപുരയിൽ നടക്കുമ്പോൾ 8ാം ദിവസത്തെ മുടിയൊഴിച്ചിൽ ചടങ്ങിന് ശാർക്കരദേവി ക്ഷേത്രത്തിന് 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങൾ വേദിയാകുന്നു. ദാരികനെ തേടി ദുർഗാദേവിയും ഭദ്രകാളിയും യഥാക്രമം വടക്കേ ദിക്കിലേക്കും തെക്കേ ദിക്കിലേക്കും യാത്രയാകുന്നു. സർവാഭരണ വിഭൂഷിതയായി നാഗക്കെട്ട് കൊത്തിയ മുടിയും ചൂടി ഉറഞ്ഞു തുള്ളുന്ന ദേവിമാരെ കരക്കാർ ആദരവോടെ എതിരേൽക്കുന്നു. കർഷകർ കരയുടെയും വിളയുടെയും രക്ഷയ്ക്ക് കൊയ്ത്തിന്റെ ആദ്യ വിള കാണിക്കയായി സമർപ്പിക്കുന്നു. കാളിയൂട്ട് ആരംഭിച്ച കാലത്ത് അവർണജാതിക്കാർക്ക് ദേവീ ദർശനം സാധ്യമാക്കാനാണ് ഈ ഊരുചുറ്റൽ ഒരുക്കിയതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നാടിന്റെ ഓരോ മുക്കും മൂലയും അരിച്ചുപറക്കിയ ദേവിമാർ ദാരികനെ കണ്ടെത്താനാവാതെ നിരാശരായി അമ്പലത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഈ അവസരത്തിൽ ദാരികന്റെ പെരുമ്പറയായ വെന്നിപ്പറ മുഴുകുന്നു. വെന്നിപ്പറയുടെ പൊരുളറിഞ്ഞ കോപാക്രാന്തനായ ശിവൻ ശക്തിയെ ധ്യാനിക്കുകയും ശക്തി ശിവന്റെ തൃക്കണ്ണ് തുറന്ന് നീലപർവ്വതത്തിൽ തീക്കുണ്ടവുമായി പ്രവേശിക്കുകയും പർവ്വതം പിളർന്ന് രുദ്രയായ കാളി പുറത്തു വരികയും ചെയ്യുന്നതായി വിശ്വാസം. രുദ്രാദേവി ദാരിക നിഗ്രഹത്തിനായി ശക്തി സംഭരിക്കുന്നതോടെ മുടിയൊഴിച്ചിൽ ചടങ്ങിന് സമാപ്തിയാകുന്നു.